ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിന് വേണ്ടി 22-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇതൊരു പ്രവചന സങ്കീർത്തനമായതിനാലും ഈ കഷ്ടാനുഭവ ദിനങ്ങളിൽ അല്ലെങ്കിൽ അതിനോടടുത്ത ദിനങ്ങളിൽ അതിൻ്റെ ഓർമ്മകൾ മനസ്സിൽ നിന്ന് പോയിട്ടില്ലല്ലോ. ആ ദിനങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാം. അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാരെന്നെ ചുറ്റിയിരിക്കുന്നു. ഒരുപക്ഷെ ഏതെങ്കിലും കഥകളിലോ ചിത്രങ്ങളിലോ യൂട്യൂബിലോ താങ്കൾ കണ്ടിട്ടുണ്ടാകാം കാളക്കൂറ്റന്മാരുടെ വാശിയും കാളക്കൂറ്റന്മാരുടെ മസിൽ പവറും അവരുടെ തടുക്കാനാവാത്ത മത്സരവും പകയും ദേഷ്യവും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ യൂട്യൂബിൽ സുലഭമാണ്. പല വിധത്തിലാണത്. ഒരൊറ്റ കാളക്കൂറ്റനെ ഡോർ തുറന്ന് വിടുന്നു. ഗാലറി മുഴുവൻ ആളുകൾ ഇരിക്കുന്നു. അതിനെ ഒന്ന് തൊടുകയോ പിടിച്ച് അമർച്ച ചെയ്യുകയോ ചെയ്യാൻ കരുത്തന്മാരായ മസിൽമാന്മാരിറങ്ങി വരുന്നു. ഒരാൾ അവനെ ആ കാളയെ ആ ഗ്രൗണ്ടിലിട്ട് ഓടിക്കുന്നു. അവൻ പല പണിയും നോക്കിയിട്ട് കാളയെ പേടിച്ചവൻ ചാടി ഗാലറിക്ക് അകത്ത് കയറും. അടുത്തവൻ വരുന്നു, അവനെ എടുത്തെറിയാണ് കാള. ആ കാള ഭയങ്കര വാശിക്കാരൻ. അതുപോലെ 2 കാളക്കുറ്റന്മാരെ ഒരുമിച്ച് മത്സരത്തിന് വേണ്ടി നിർത്തുന്നു. ഇത്രയും ശക്തി മൃഗത്തിനുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ ഇത്ര മല്ലന്മാരായ കാളക്കൂറ്റന്മാരെയാണ് ക്രിസ്തു എതിരിട്ടത്. അപ്പോൾ മലയാളത്തിൽ വായിക്കുമ്പോൾ അത് കാളയാണെന്ന് തോന്നും. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ മെനി എനിമീസ് ആർ ഓൾ അറൗണ്ട് മീ, ദേ ആർ ലൈക്ക് സ്ട്രോങ് ബുൾസ് ഫ്രം ദ ലാൻഡ് ഓഫ് ബാശാൻ. അന്നത്തെ ഏറ്റവും കരുത്തുറ്റ കാള ബാശാൻ കൂറ്റന്മാരാണ്. അതുപോലെയുള്ള ശത്രുക്കളാണ് എനിക്ക് ചുറ്റും കൂടിയിരിക്കുന്നത്. മെനി എനിമീസ് ആർ ഓൾ അറൗണ്ട് മീ, ദേ ആർ ലൈക്ക് സ്ട്രോങ് ബുൾസ് ഫ്രം ദ ലാൻഡ് ഓഫ് ബാശാൻ. എനിക്ക് ചുറ്റും വന്നിരിക്കുന്ന എതിരാളികൾ കാളക്കൂറ്റന്മാരെക്കാൾ ശക്തിയുള്ളവരാണ്. നമ്മളിത് വായിക്കുമ്പോൾ ദാവീദിനെ നമുക്ക് വീണ്ടും ഓർക്കാം. ഏറ്റവും ആദ്യം അവൻ എതിരിട്ടത് കരടിയോട്, പിന്നെ എതിരിട്ടത് സിംഹത്തോട്, പിന്നെ എതിരിട്ടത് ഗോലിയാത്തിനോട്, പിന്നെ എതിരിട്ടത് ശൗലിനോട്. നോർത്ത് നോക്കിക്കേ ആ മനുഷ്യൻ്റെ അവസ്ഥ. ഒരർത്ഥത്തിൽ അത് നല്ലതാണ് അല്ലേ? നിന്നേക്കാൾ ഒത്തിരി വെയിറ്റും ഹൈറ്റും ധനവുമുള്ള ഒരാൾ നിന്നെ എതിർക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നീ അവനേക്കാൾ വലുതാന്നാണ്. സംശയം വേണ്ട, എന്നോട് പറയാം. നിന്നേക്കാൾ ഹൈറ്റും വെയിറ്റും ധനവുമുള്ള ഒരാൾ നിന്നെ ലക്ഷ്യം വയ്ക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നീ അവന് ഭീഷണിയാണ്. ഈ ദൂത് ദൈവത്തിൽ നിന്ന് വരുന്നു. എന്നെ എന്തേ എല്ലാവരും കൂടെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്: നിന്നെ അവർ ഭയപ്പെടുന്നു. നിന്നെ അവർ ഭയപ്പെടുന്നു. അതേ സഹോദരി, നിന്നെ അവർ ഭയപ്പെടുന്നു. അതേ സഹോദര, നിന്നെ അവർ ഭയപ്പെടുന്നു. അനേകം അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാരെന്നെ ചുറ്റിയിരിക്കുന്നു. യേശുക്രിസ്തുവിന് ചുറ്റും വന്ന കാളക്കൂറ്റന്മാരാരാണ്? ഒന്നാമത് അക്ഷരീകമായ അർത്ഥത്തിലെടുത്താൽ അത് റോമൻ പട്ടാളക്കാരും
പരീശന്മാരും സദൂക്യരും അടങ്ങുന്ന യഹൂദ സംഘം, ലോകത്തിലെ ഇരുമ്പ് ഭരണമെന്ന് വിളിക്കപ്പെടുന്ന റോമൻ സൈന്യം, അതിലെ ഉദ്യോഗസ്ഥന്മാർ, ഈ ക്രൂരത ചെയ്യാൻ മാത്രം തീറ്റിപ്പോറ്റി വെച്ചിരിക്കുന്ന കുറേ പട്ടാളക്കാരുണ്ട്. അവർക്കിങ്ങനെ കൈ തരിക്കുക ചിലരെ ഇടിക്കാഞ്ഞിട്ട്. അപ്പം അങ്ങനെയുള്ള കാളക്കൂറ്റന്മാരെയാണ് ഇദ്ദേഹം കാണുന്നത്, അല്ലെങ്കിൽ ഇവിടെ പ്രതിപാദിക്കുന്നത്. എന്നാൽ ശരിക്കും അതിൻ്റെ ആത്മീകതയുടെ ആഴത്തിലേക്ക് പോകുമ്പോൾ അത് പൈശാചിക സേനയാണെന്ന് വരുന്നു. സാത്താന്യ കയ്യേറ്റമാണെന്ന് വരുന്നു. ഇന്നത്തെ ഈ വചനധ്യാനത്തിൽ നമുക്ക് ചുറ്റും സദാസമയം പോർവിളി നടത്തുന്ന പൈശാചിക സേനകളുടെ നടുവിൽ നമ്മെ സഹായിപ്പാൻ അവനേക്കാൾ ശക്തനായ ഒരുവനുണ്ട്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഈ വെല്ലുവിളികളെ അതിജീവിച്ചു. അവൻ അതിനെ ജയിച്ചു. ആകയാൽ നമുക്കും ജയമുണ്ട്. God bless you.